നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസി. ഇന്ന് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി കുണ്ട്രക്കാർ സ്വപ്നം കാണുന്നതാണ് ഒരു റെയിൽവേ മേൽപ്പാലം. ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി വിവാദങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ രാഷ്ട്രീയ വിവാദം കൊണ്ട് മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തർക്കിച്ച് നഷ്ടപ്പെടുന്നത് മുഴുവൻ സാധാരണക്കാർക്കാണ്. ഓരോരുത്തരും പറയും നേരത്തെ ഭരിച്ചിരുന്നത് കുഴപ്പമാണ്, ഭരിച്ചിരുന്നവർ മാറിപ്പോകുമ്പോൾ അവർ പറയും ഇപ്പോൾ വന്നയാളിൻ്റെ കുഴപ്പമാണ്. പക്ഷെ കുഴപ്പം ആരുടേതാണെങ്കിലും അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പം നമ്മൾ ഇതും ഒരു തരത്തിലൊരു ദുരന്തമാണ്. കാരണം വളരെ നേരത്തെ നടക്കേണ്ടിയിരുന്ന ഒരു മേൽപ്പാലം വീണ്ടും നീണ്ടുപോകുന്നു. എന്തായിരിക്കാം ഈ മേൽപ്പാലത്തിൻ്റെ വഴി? നമുക്ക് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് നടന്നു നോക്കാം. മേൽപ്പാലത്തിൻ്റെ വഴികളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നാട്ടുപട്ടം വാർത്തകൾ ശ്രദ്ധിക്കാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6450 രൂപ, പവന് 51,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കുണ്ട്ര. കുണ്ട്രയിലെ മേൽപ്പാലം നീണ്ടുപോയ വഴികൾ തേടിയൊരിയാണ്. 2 പതിറ്റാണ്ടായി റെയിൽവേ മേൽപ്പാലത്തിനായി കുണ്ട്ര നിവാസികൾ കൊതിയോടെ കാത്തിരിക്കുകയാണ്. പി രാജേന്ദ്രൻ MP ആയിരുന്ന 1999-2004 കാലയളവിലാണ് പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിനായി 1 ലക്ഷം രൂപ കേന്ദ്ര ബജറ്റിൽ ടോക്കൺ തുകയായി അനുവദിച്ചത്. അന്ന് പള്ളിമുക്കിൽ CIT ഓട്ടോ തൊഴിലാളി യൂണിറ്റ് ഉദ്ഘാടന വേദിയിലായിരുന്നു അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ കുണ്ട്രക്കാർ കൊതിച്ചു തുടങ്ങിയതാണ് കുണ്ട്രയിൽ ഒരു റെയിൽവേ മേൽപ്പാലം എന്ന സ്വപ്നം. പിന്നീട് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്നപ്പോൾ മേൽപ്പാലത്തിനായി 39.86 കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും നിർവഹണ ഏജൻസിയായി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചിരുന്നു. ഈ പാലം റെയിൽവേയുടെ പിങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടതോടെ പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ കുറെ കൂടി ശക്തമാവുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ഗുണത്തിനായി എടുത്ത നടപടി ദോഷകരമായി ഭവിച്ചത്. മേഴ്സിക്കുട്ടിയമ്മ തന്നെ ദേശീയപാത 744 വികസനത്തിന്റെ ഭാഗമായി കോയിക്കൽ മുതൽ കരിക്കോട് ജംഗ്ഷൻ വരെയുള്ള ഭാഗം 4 വരി പാതയാക്കുന്നതിനും പള്ളിമുക്കിൽ ഫ്ലൈ ഓവർ മേൽപ്പാലവും നിർമ്മിക്കുന്നതിനും പള്ളിമുക്കിന് മാത്രമായി 447 കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും ചെയ്തു. ഇതിന്റെ നിർവഹണ ചുമതല കിഫ്ബിയെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ 2022-2023 സംസ്ഥാന ബജറ്റിൽ 1000 കോടി രൂപയുടെ കൊല്ലം ചെങ്കോട്ട ദേശീയപാത വികസന പദ്ധതിയോട് ധനമന്ത്രി KN ബാലഗോപാൽ ഈ മേൽപ്പാലം കൂട്ടിക്കെട്ടി. ഇതോടെ പദ്ധതിയിൽ നിന്നും KRFB പിന്മാറുകയും ചെയ്തു. 1000 കോടിയുടെ പദ്ധതി എന്ന ആപ്പിൽ വീണ് പാല നിർമ്മാണം പ്രതീക്ഷയറ്റതാവുകയും ചെയ്തു. 2024-25 കേന്ദ്ര ബജറ്റിൽ ഇളമ്പള്ളൂർ പള്ളിമുക്ക് പാലങ്ങൾക്കായി 10 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചിരുന്നു. ഇത് വലിയ തട്ടിപ്പാണെന്ന് LDF ശക്തമായ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. പാലം വരാൻ തുടക്കമിട്ടവർ തന്നെ 2 വലിയ പദ്ധതികളുമായി കൂട്ടിക്കെട്ടിയതാണ് പാല നിർമ്മാണം ഇത്രയും നീണ്ടുപോകാൻ കാരണമായത്. നിലവിലെ സ്ഥിതി എന്താണ്? PC വിശ്വനാഥ് MLA 2021 ജൂൺ 9-നും 2022 ജൂലൈ 12-നും പള്ളിമുക്ക് മേൽപ്പാലം നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. തുടർന്ന് 2021 ഒക്ടോബർ 26-ന് MLA കിഫ്ബിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. NHAIയുടെ പരിഗണനയിലുണ്ടായിരുന്ന കൊല്ലം ചെങ്കോട്ട പദ്ധതി ഉപേക്ഷിച്ചതിനാൽ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനുള്ള ചുമതല RBDCKയിൽ നിന്ന് RBDCKയ്ക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചു. റെയിൽവേയുടെ ഭാവി വികസന പദ്ധതികൾ കൂടി പരിഗണിച്ച് ഇനി പുതിയ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് ഉണ്ടാകണം. ഇതിനായി റെയിൽവേ RBDK ഉദ്യോഗസ്ഥർ സംയുക്തമായി സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. ഈ നടപടിക്ക് ഇനിയും കുണ്ട്രക്കാർ എത്ര നാൾ കാത്തിരിക്കണം? എന്നാണ് ഇനി പാലം വരിക? വളരെ വേഗം പാലം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പള്ളിമുക്കിലെയും എളമ്പള്ളൂരിലെയും മേൽപ്പാലങ്ങൾ വേണം എന്ന ആവശ്യമായിരുന്നു. അതില് അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അതുവരെയുള്ള സ്റ്റാറ്റസ് വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരിച്ചത് പ്രകാരം നിങ്ങൾക്കും അറിയുന്നത് പോലെ ഇതിനൊരു നേരത്തെ RBDCKയുടെ മേൽനോട്ടത്തിൽ ഒരു 39 കോടി രൂപയുടെ ഭരണാനുമതി ഉണ്ടായിരുന്നു. റെയിൽവേയും സംസ്ഥാന ഗവൺമെന്റുമായി ചേർന്ന മേൽപ്പാലങ്ങളെല്ലാം നിർമ്മിക്കുന്നതിന്റെ നിർവഹണ ഏജൻസി RBDCK ആണ്. അത് 50-50 എഗ്രിമെന്റിലാണ് ആ പാലങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. എന്നാൽ പിന്നീട് ഇതിന് 12-13 തന്നെ
ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ്. 17 റെയിൽവേ പള്ളിമുക്ക് മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ 17 GADയുടെ അപ്രൂവൽ കിട്ടിയതാണ്. അപ്പോഴാണ് അതിനുശേഷം ഇത് KRFBയുടെ ചുമതലയിൽ മറ്റൊരു പ്രോജക്റ്റ്, കുറച്ചുകൂടെ വിപുലമായ റോഡ് വികസനവും കൂടി ഉൾക്കൊള്ളുന്ന മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. അതിന് ഏതാണ്ട് 447 കോടി രൂപയുടെ ഭരണാനുമതിയുള്ള വലിയ പദ്ധതിയായിരുന്നു. അപ്പോൾ അത് കരിക്കോട് ടൗണിന്റെ വികസനമൊക്കെ ചേരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും പാലങ്ങൾ വരുന്നതാണ്. എന്നാൽ ഞാൻ ആദ്യം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ RBDCKയുടെ കയ്യിൽ നിന്നും ഇത് KRFBക്ക് നൽകുകയും KRFB അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ തൊട്ടടുത്ത വർഷം ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ കൊല്ലം ചെങ്കോട്ട 1000 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ആ പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും പിന്നീട് രണ്ടാമത് ഞാൻ ഈ വിഷയം നിയമസഭയിൽ വീണ്ടും കൊണ്ടുവന്നപ്പോൾ, കാരണം പാലം നീണ്ടുപോകുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി വന്നതോടുകൂടി KRFBക്ക് കൊടുത്ത മറ്റേ പദ്ധതി നമ്മൾ ഫ്രീസ് ചെയ്തു, ഇതാണ് ഇപ്പോൾ ലൈവായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തന്നെ മറ്റൊരു പദ്ധതിയും ഈ പദ്ധതിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ട് ഈ 1000 കോടിയുടെ പദ്ധതി ടേക്ക് ഓഫ് ആയില്ല. അപ്പോ ആദ്യത്തെ പദ്ധതി ഫ്രീസായി, 447ന്റെ രണ്ടാമത്തെ പദ്ധതി വന്നു, 1000 കോടിയുടെ മൂന്നാമത്തെ പദ്ധതി വന്നു. ഈ സാഹചര്യത്തിൽ ഈ വിഷയം വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കുകയും അന്ന് വളരെ സ്പെസിഫിക് ആയി എല്ലാം നമ്മുടെ നിയമസഭാ രേഖയിലുള്ളതാണ്, സ്പെസിഫിക് ആയ ഒരു നിർദ്ദേശം നമ്മൾ വെച്ചു. ഈ വമ്പൻ പദ്ധതികൾ വരുമ്പോൾ വന്നോട്ടെ, അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു, നിരാകരിക്കുന്നില്ല. പക്ഷെ ഈ RBDCKക്ക് മുൻപ് ഭരണാനുമതി കിട്ടിയ പള്ളിമുക്ക് മേൽപ്പാലത്തിന് റെയിൽവേയുടെ GAD ഉള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് ഈ പാലം ഏറ്റെടുക്കാനുള്ള ഒരു നടപടി സർക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. പോസിറ്റീവായ ഒരു റെസ്പോൺസ് ആണ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഭയിൽ നിന്ന് തന്നത്. അതിനുശേഷം ഞാൻ 26/9/2023 കിഫ്ബിക്ക് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രേഖാമൂലം കത്ത് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കിഫ്ബി ഉദ്യോഗസ്ഥന്മാരുടെയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും RBDCKയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും KRFBയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം കൂടെ ചേർത്ത് എൻ്റെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. അപ്പൊ ആ യോഗത്തിൽ ഞാൻ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുകയും, അപ്പോൾ അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി തന്നെ NHAയുടെ കയ്യിലുള്ള ഈ പദ്ധതി, അതിൻ്റെ ഈ 1000 കോടിയുമായി വരുന്ന പ്രോജക്റ്റിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ ചോദിച്ചു. അപ്പൊ അത് ഇപ്പോൾ ലൈവ് അല്ല എന്നൊരു നിർദ്ദേശം, ഒരു അഭിപ്രായം അവിടുന്ന് വന്നതിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയാണെങ്കിൽ MLA ആവശ്യപ്പെട്ട പ്രകാരം ഇത് RBDCKക്ക് തന്നെ കൊടുത്ത് പാലം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിച്ചുകൂടെ എന്ന് ആവശ്യപ്പെടുകയും, അതിന്റെ അടിസ്ഥാനത്തിൽ ആ മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് ആണ്, ആ മീറ്റിങ്ങിൽ തന്നെ ഇത് ഫൈനലായിട്ട് കുണ്ട്ര പള്ളിമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നിർമ്മാണത്തിനുള്ള റീവാലിഡേഷൻ പ്രപ്പോസൽ RBDCKയിൽ ലഭ്യമാക്കി നിർമ്മാണ ചുമതല RBDCKക്ക് നൽകി ഉത്തരവാകാനുള്ള തീരുമാനം ഈ 27/1/2024 ജനുവരിയിലെ യോഗത്തിൽ തീരുമാനമായി. അപ്പോ നമ്മുടെ ആ തടസ്സം അങ്ങ് നിന്നു. ഇത് മറ്റേ പദ്ധതിയിൽ പെട്ടുകിടക്കുന്നത് മൂലം ഈ നിലവിലുള്ള ഭരണാനുമതിയും അതുപോലെ തന്നെ റെയിൽവേയുടെ സാങ്കേതിക അനുവാദങ്ങൾ ഉണ്ടായിട്ടും തുടങ്ങാൻ പറ്റാത്തതിന്റെ ആ സാങ്കേതിക പ്രശ്നം തീർന്നു. അപ്പോഴാണ് ഈ പ്രധാനമന്ത്രി രാജ്യത്തെ 500 അടുത്ത് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്ന ലിസ്റ്റിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായത് ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കപ്പെട്ടത് കൊണ്ടാണ്. കാരണം RBDCK ആണ് റെയിൽവേയുമായി ചേർന്നുള്ള നമ്മുടെ പാലം നിർമ്മാണത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏജൻസി എന്ന നിലയിൽ. അപ്പോൾ അതിനുശേഷം ശിലാസ്ഥാപനം കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായി. RBDCKയും റെയിൽവേയുമായി അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും ഭരണതലത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെ മുന്നോട്ട് പോയി. നമ്മളത് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് 1-2 മീറ്റിങ്ങുകൾ എടുത്തു. അപ്പോ RBDCK വീണ്ടും റെയിൽവേയോട് ഒരു ചോദ്യം ചോദിച്ചു. ഇത് വീണ്ടും അവരേറ്റെടുക്കുകയാണെങ്കിൽ റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഈ പാലം ഉൾപ്പെട്ടിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇല്ലെങ്കിൽ ഈ റെയിൽവേ 50-50ക്ക് തയ്യാറാവത്തില്ല.
ഇപ്പോഴും ഇത് കാരണം 17-ൽ പിന്നെ GAD അപ്രൂവൽ ആയതാണല്ലോ. റെയിൽവേയുടെ പിങ്ക് ബുക്കിലുണ്ടോ എന്ന് അവര് രേഖാമൂലം ചോദിച്ചു. റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് രേഖാമൂലം തന്നെ റെയിൽവേ RBTCക്ക് മറുപടി നൽകി. അപ്പൊ അത് ഞാൻ വിശദീകരിക്കുന്നത് റെയിൽവേ പാലങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ കാര്യം റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഈ പാലം ഉണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത് GADയുടെ അപ്രൂവൽ. GADയുടെ അപ്രൂവൽ ഉണ്ട്. റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇപ്പോഴും ഇത് നിലനിർത്തിയിട്ടുണ്ട് എന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 195ാമത്തെ ഐറ്റമായിട്ടോ മറ്റോ ഓർമ്മയിൽ എന്ന് പറയുന്നതാണ്. റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇപ്പോഴും ഇതുണ്ട് എന്ന് റെയിൽവേ മറുപടി കൊടുത്തു. അപ്പൊ വീണ്ടും RBTCക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചു. ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഈ പാളത്തിനുണ്ടോ എന്ന് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉണ്ടാകും എന്ന് റെയിൽവേ മറുപടി നൽകി. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ 17-ലെ GAD റിവൈസ് ചെയ്യണം. കാരണം 17-ലെ GAD അപ്രൂവ് ചെയ്തിരിക്കുന്ന GAD എന്ന് പറഞ്ഞാൽ നിലനിലുള്ള സംവിധാനത്തിൽ വെച്ചുകൊണ്ടാണ് അവർ GAD അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ GAD റിവൈസ് ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ GAD റിവൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വേണം പ്രോജക്റ്റിന്റെ ആകെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാകേണ്ടത് വരുന്നത്. കാരണം GAD റിവൈസ് ചെയ്യപ്പെടുമല്ലോ. അപ്പൊ ആ പൊസിഷനിലാണ് ഇപ്പോ ഇത് നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 38 കോടി രൂപ നിലവിൽ ലഭിച്ച ഭരണാനുമതി അതുപോലെ നിൽക്കുകയാണ്. റെയിൽവേ പിങ്ക് ബുക്കിൽ ഇതുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണോ റിവൈസ് ഉണ്ടാകുന്ന എസ്റ്റിമേറ്റ്, അതിന് 80 കോടിയാണെങ്കിൽ അതിന്റെ 40 കോടി റെയിൽവേ കൊടുക്കും. ഈ 38ന്റെ കൂടെ ഒരു 2 കോടിയും കൂടെ ആര് കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ് വെക്കേണ്ടി വരും. അല്ല, അതിൽ കുറവാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇനി ഒന്നും കൂടുതലായിട്ട് വെക്കേണ്ടതില്ല. എത്രയാണോ ടോട്ടൽ വരുന്നത് അത്രയും കൂടെ പകുതി, അതിന്റെ പകുതി റെയിൽവേ വെക്കേണ്ടി വരും. അത് റെയിൽവേ ഈ പിങ്ക് ബുക്കിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 50-50 അവര് ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ അതിന്റെ ഭാഗമായിട്ട് റെയിൽവേ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് ഈ GAD റിവൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സംയുക്ത പരിശോധന RBTCക്കെയും റെയിൽവേയുമായി ചേർന്ന് ഈ പ്രപ്പോസ്ഡ് സൈറ്റിൽ നടത്തിക്കൊണ്ട് അവര് GAD റിവൈസ് ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ സ്വീകരിക്കും. അവർ GAD റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ RBTCക്ക് ഈ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവർക്ക് മുന്നോട്ട് പോകും. ഇതാണിപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ. ബജറ്റിൽ ഉള്ളത് ടോക്കൺ പ്രൊവിഷൻ ആണ്. എപ്പോഴും ആകെയുള്ള പദ്ധതി ലാപ്സായി പോകാനിരിക്കുന്നത് 2 ലക്ഷം 10 ലക്ഷം തന്നെ വേണ്ടിയില്ല, 2 ലക്ഷം രൂപ വരെ ഉണ്ടെങ്കിൽ പോലും ഇത് ലാപ്സ് ആകാതെ നിൽക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലും അങ്ങനെ തന്നെയാണ് ആദ്യം വരുന്നത്. ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിന്റെ ഇത്ര ലക്ഷം രൂപയിൽ അല്ലെങ്കിൽ ഇത്ര രൂപയിൽ കുറയാത്ത ഒരു തുക ടോക്കൺ പ്രൊവിഷനായിട്ട് വെച്ചാൽ പ്രോജക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതില്ലാതെ വരുമ്പോഴാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെയും ഈ കേസിൽ ഇത് ഓൾറെഡി GAD അപ്രൂവ്ഡ് ആണ്, ഓൾറെഡി റെയിൽവേയുടെ പിങ്ക് ബുക്കിലുള്ളതാണ്, പ്രോസസ്സിന്റെ ഭാഗമായി നിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്, പുതിയതായിട്ടുള്ളതല്ല. ഉണ്ടായ ഒരു കാര്യം ഇവര് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഉണ്ട് എന്നുകൂടി റെയിൽവേ പറഞ്ഞുകൊണ്ടാണ്. ഇവർ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയുന്നില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് GADയിൽ തന്നെ RBTCക്ക് ഇപ്പം ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം വന്നതോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അതിപ്പോ റെയിൽവേ മൊത്തത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു, ഈ പാലത്തിന്റെ കാര്യത്തിലല്ല, കൊല്ലം ജില്ലയിലുള്ള എല്ലാ പാലങ്ങളുടെ കാര്യത്തിലും പുതുതായിട്ട് എടുക്കുമ്പോൾ അവർ ഫ്യൂച്ചർ എക്സ്പാൻഷനും കൂടെ കണക്കാക്കിയിട്ടാണ് അവർ GAD പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു നാഷണൽ പോളിസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പുതുതായിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മൾ ഈ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിനോട് ഉള്ള ജനപ്രതിനിധി എന്ന നിലയിലുള്ള നന്ദി അറിയിക്കുകയാണ്. അത് ഈ ഒരാവശ്യം നമുക്കിപ്പോ എളമ്പള്ളൂരിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്ക് GADയുടെ അപ്രൂവൽ കിട്ടണം, റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ വരണം, അങ്ങനത്തെ നടപടിക്രമങ്ങളുണ്ട്. അവിടെ അക്കാര്യത്തിലും ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നടന്ന ഒരു സംഭവം എന്ന നിലയിൽ അത് എത്രയും വേഗം ബാക്കി കടമ്പകളും കൂടെ പൂർത്തിയാക്കി പാലം ആരംഭിക്കണം എന്ന ആഗ്രഹം എത്രയും വേഗം യാഥാർത്ഥ്യമാകും. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായി ഒരു ദിവസം പോലും ഇതിന്റെ പിന്നിൽ നിന്ന് ശ്രദ്ധ മാറാതെയുള്ള
പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വയനാടിന് സഹായം. വയനാട്ടിലെ ദുരിതാശ്വാസ ബാധിതരെ സഹായിക്കുന്നതിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മുളവന യൂണിറ്റ് വ്യാപാരികളിൽ നിന്നും സമാഹരിച്ച തുക സംസ്ഥാന ട്രഷററും ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജന് യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ളയും ജനറൽ സെക്രട്ടറി കുഞ്ഞുമോനും ട്രഷറർ ഫിലിപ്പോസും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കൈമാറി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.5 ലക്ഷം രൂപ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമേകാൻ കുണ്ടറ വീണസ് കോളേജിലെ വിദ്യാർത്ഥികളും സ്റ്റാഫും മാനേജ്മെന്റും ചേർന്ന് ആദ്യ ഗഡു എന്ന നിലയിൽ 1.5 ലക്ഷം രൂപ മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വിദ്യാർത്ഥി പ്രതിനിധിയിൽ നിന്ന് ചെക്ക് ഏറ്റുവാങ്ങി. വേണൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ വേണുഗോപാലപിള്ള, മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ ജി സുശീല, പി ജോസഫ്, ജഗദീശൻ എന്നിവർ സംസാരിച്ചു. കൊടുക്കുകയാണ്. നമ്മൾ ആദ്യഘട്ടം എന്നുള്ള നിങ്ങളിൽ നിന്ന് കിട്ടുന്ന പൈസ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ 50,000 രൂപയാണ്. നമ്മൾ പെട്ടെന്ന് ഇന്നലെ നിശ്ചയിച്ചതല്ലേ ഉള്ളൂ. അത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ 50,000 രൂപയാണ് കൊടുക്കുന്നത്. 2, 3, 4 എത്ര നമുക്ക് എത്രമാത്രം കൊടുക്കാമോ അത്രമാത്രം നമ്മൾ കൊടുക്കണം. മക്കളുമാർ നിങ്ങളുടെ പൈസയാണിത്. അത് നമ്മൾ ആദ്യമേ കൊടുക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. ഓണത്തിന് ഒരു മുറം പച്ചക്കറി. പെരിനാട് പഞ്ചായത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം LMS LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർപേഴ്സൺ K സോമവല്ലി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് M സൂസൻ, കൃഷി ഓഫീസർ B അഞ്ജന, പഞ്ചായത്ത് അംഗങ്ങളായ ജഗന്നാഥൻ, ജോൺകുമാർ, PTA പ്രസിഡന്റ് ആബേൽ എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾ പറയുന്നത് പോലെ ലൈല ക്രിയേഷൻസിന്റെ 8 സിനിമകൾ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ആ സിനിമകളെല്ലാം നിങ്ങൾ കാണണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഓരോ സിനിമയും നിങ്ങളോട് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ സിനിമയിലെയും കഥാപാത്രങ്ങളിൽ മിക്കതും നിങ്ങളുമായി ചിലപ്പോൾ യോജിക്കുന്നതാകാം, ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരാളുമായി യോജിക്കുന്നതാകാം. തീർച്ചയായിട്ടും സിനിമകൾ നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും മറ്റ് സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.